നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീണ്ടും ആവർത്തിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ സംഘപ്രവർത്തകനെ SDPI പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ഭീകര സംഘടനകൾ പെടുത്തിയ കള്ളക്കേസ്. ആ കള്ളക്കേസിൽ നമ്മുടെ സംഘപ്രവർത്തകൻ ജയിലിലറയിലേക്ക് പോവുകയാണ്. ജീവിതകാലം മുഴുവൻ ജയിലവാസം എന്ന രീതിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാശ് ചെലവുണ്ട് കേസിന്റെ ആവശ്യാർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ആളുകൾ നമ്മുടെ സംഘപ്രവർത്തകന് വേണ്ടി മാക്സിമം ഈ നമ്പറുകളിലേക്ക്, ഗൂഗിൾ പേ നമ്പറുകളാണ്, അപ്പൊ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നവർ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി അതല്ല, അക്കൗണ്ട് ഡീറ്റെയിൽസ് താഴെ കാണിക്കുന്നുണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അതിലേക്ക് ചെയ്യുക. നമ്മുടെ സംഘ സഹോദരനെ രക്ഷിച്ചെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നോക്കൂ, നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം MT വാസുദേവൻ നായർ എന്നൊക്കെ, സ്വന്തം നായർ എന്ന് പറയുന്ന കുലത്തിനൊക്കെ അയാൾക്ക് വലിയ അഭിമാനമൊക്കെയാണ് തോന്നുന്നു, പേരിനോട് കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷെ വലിയ നവോത്ഥാന നായകനാണ് എന്നാണ് വിചാരം. പക്ഷെ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ആ മതത്തിനും ആ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കും മേലെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് അതിനെ ചവിട്ടി അരയ്ക്കുക എന്ന് മാത്രമായിരുന്നു ഈ ചങ്ങാതിയുടെ MT വാസുദേവൻ നായർ എന്നൊന്നും പറയാൻ എന്നെ കിട്ടില്ല. ഈ പറയുന്ന വെറും വാസു എന്ന് മാത്രം പറയേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇന്നും ഭാഷാപിതാവ് മലയാള എന്ന് പറയുന്ന നമ്മുടെ മാതൃഭാഷ, ഈ മാതൃഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ ജന്മഗേഹമായിട്ടുള്ള തിരൂരിൽ സ്ഥാപിക്കാൻ ഇന്നും കഴിയാതെ ഇന്നിപ്പോൾ ഇതാ 91-ാം വയസ്സിൽ ഇഹലോകം വെടിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എത്രത്തോളം മഹത്തരമാണ്, മഹാനാണ് എന്നൊക്കെ വാഴ്ത്തുന്ന ആളുകൾ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം കൂടി ഒന്ന് ചികഞ്ഞു നോക്കേണ്ടതുണ്ട്. അപ്പോൾ പലരും അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ, ഇയാളുടെ ആദ്യ ഭാര്യയെയും ആ മകളെയും ഒക്കെ അട്ടിയിറക്കി വിട്ടവനാണ് ഇയാൾ എന്നുള്ളതൊക്കെ നമുക്ക് അയാളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. പ്രമീള ടീച്ചർ എന്നായിരുന്നു അവരുടെ പേര്. അവർക്കുണ്ടായ മകൾ സിത്താര എന്ന് പറയുന്ന മകൾ, ആ മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന നർത്തകിയെ പിന്നീട് ഇയാളുടെ ഭാര്യയായിട്ട്, രണ്ടാം ഭാര്യയായിട്ട് നമ്മൾ കണ്ടു. പിന്നീട് മരിക്കുന്നത് വരെ ആദ്യ ഭാര്യയുള്ള പ്രമീള ടീച്ചറെയും ഈ പറയുന്ന സിത്താര എന്ന് പറയുന്ന അവരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളൊക്കെ ഇയാളുടെ ഹിസ്റ്ററി ഒരുപാട് ചാനലുകളും ഒരുപാട് ടെക്സ്റ്റ് വാർത്തകളിലും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അത്തരത്തിൽ ഞാൻ ഇയാളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം ഒന്നും ഇല്ലാത്തതെന്ന് പല സുഹൃത്തുക്കളും എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഇയാളെ കുറിച്ച് ഒരു പ്രതികരണവും ഇല്ല. കാരണം ആകെ എനിക്കുള്ള പ്രതികരണം എന്തെന്നറിയാമോ, ഒരാൾ ചത്തുപോയി എന്ന് കരുതിയിട്ട് അയാൾ മഹാനാവുന്നില്ല, അയാൾ വിശുദ്ധനാവുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ഇയാളെ കുറിച്ചുള്ള പ്രതികരണമുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രാജൻ ജോസഫ്, എന്റെ നാട്ടുകാരൻ കൂടിയാണ്, മലപ്പുറം സ്വദേശി കൂടിയാണ്, അദ്ദേഹം ഈ പറയുന്ന വാസുവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വാസുവിന്റെ ആ വീഡിയോ ചെയ്ത ആ ഓഡിയോ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്, ഗംഭീരമാണ്. കേട്ടു നോക്കാം നമുക്കത്. MT വാസുദേവൻ നായരുടെ മരണത്തെ കുറിച്ച് അകാല വിയോഗം, അപ്രതീക്ഷിത വിയോഗം എന്നൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ, സാഹിത്യ രംഗത്തെ കുലപതികൾ, ചലച്ചിത്ര മേഖലയിലെ പ്രമാണിമാർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 91 വയസ്സുള്ള അദ്ദേഹം ഈ എപ്പോഴും ജീവിച്ചിരിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്, എനിക്കറിയില്ല. നാളെ ഇപ്പൊ 102 വയസ്സുള്ള PS അച്യുതാനന്ദൻ മരണപ്പെട്ടാലും ഇവര് പറയും ഞെട്ടിച്ചു, ഒട്ടും പ്രതീക്ഷിച്ചില്ല, അപ്രതീക്ഷിതമായ വിയോഗം എന്നൊക്കെ. ഇത് ഒരു ക്ലീശ പ്രയോഗമായിട്ട് മാറിയിരിക്കും. ഇതൊന്നും ആത്മാർത്ഥമല്ല, ഇതൊന്നും ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതുമല്ല. നമുക്ക് പിന്നെ ഇതൊക്കെ ഇതൊക്കെ പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേന്ന്. ചായയുടെ സമയമാണ്, വാർഡില് ചായ കൊണ്ടു വരിക, സിംഗിൾ റൂം എടുക്കാൻ അനുവദനീയമല്ല. എന്താ ചെയ്യണേ? പുള്ളി ആശുപത്രിയിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്താട്ടോ, അതുകൊണ്ടാണ് ഇതിന്റെ ഇടയിലുള്ള ഒരു സംസാരം, അത് ക്ഷമിക്കുക. ടീ ടൈമാണ്. അപ്പം ആശുപത്രിയിലെ കലപില ശബ്ദങ്ങളൊക്കെ കേൾക്കും. പിന്നെ പ്രത്യേകിച്ചും അറിയാലോ, കൂടുതലും സെക്കൻഡ് ഡിസോർഡർ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ചികിത്സയ്ക്ക് കഴിയുന്ന സ്ഥലമാണ്. ഇതിന്റെ മേളിലെ ഫ്ലോറിലാണ് അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ മേളിലെ ഫ്ലോറിലാണ് ആളുകളെ സെല്ലിൽ ഇട്ടിട്ടുള്ളത്. സിംഗിൾ സെല്ലിലുള്ളവരുണ്ട്, അല്ലാതെ ഉള്ള സെല്ലിലുള്ളവരുണ്ട്. നമ്മളൊക്കെ അത്യാവശ്യം നല്ല ഫ്രീഡം സെല്ലിലല്ലോ. ആ ഭാഗം ഞാൻ എഡിറ്റ് ചെയ്തോളാം. അപ്പൊ ഇത്തരം ഈ വിഷയങ്ങളൊക്കെ നിൽക്കുന്നത്, ഈ ഇദ്ദേഹത്തിന് ഇപ്പൊ 91 വയസ്സുണ്ട്.
MD വാസുദേവൻ നായരുടെ മലയാള സാഹിത്യത്തിനുള്ള സംഭാവനകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് സാഹിത്യത്തിനുള്ള സംഭാവനകൾക്കകത്ത് തന്നെ പലതും പല സൃഷ്ടികളും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ നമുക്കറിയാം, അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ ഈ എനിക്കുള്ളതാണ് അക്കൽദാമയിൽ പകുതി എടുത്തു. എനിക്ക് അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ കൂടെയുള്ള സഞ്ചാരമാണ്, സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്ന. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭീഷ്മപൂർവം പിന്നെ നടന്നില്ല. രണ്ടാം മൂഴത്തിനകത്ത് ചെയ്യുന്നത് കഥാപാത്രത്തിന്റെ പ്രാധാന്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു തിരിച്ചു മറിച്ചു വിട്ടു എന്നുള്ളതാണ്. അതൊരു ട്രപ്പീസ് കളിയാണ് എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ലോകോത്തര എഴുത്തുകാരനല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയതിന്റെ 100-1 അതിന് എഴുതാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി ഇല്ല. അങ്ങനെ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മള് ഒരു സ്ഥലത്തെ ഭക്ഷണം, ബിരിയാണി, അത് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ നീ അതിനേക്കാൾ നല്ലതൊന്നും ഉണ്ടാക്കി കാണിക്കുന്ന പറയുന്നത് മതിയത്. അങ്ങനെയല്ല. നമ്മൾ വായിക്കുന്ന, നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ വായിക്കുന്ന വിവരങ്ങൾ, അതിൽ നിന്നുള്ള നമ്മുടെ കണ്ടെത്തലുകൾ, നമ്മൾ പിന്നെ പൈസ കൊടുത്ത് മേടിച്ച പുസ്തകത്തെ കുറിച്ചും നമ്മൾ പൈസ കൊടുത്ത് കണ്ട സിനിമയെ കുറിച്ചും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും. ആസ് എ പേഴ്സൺ അദ്ദേഹം വളരെ മോശപ്പെട്ട രീതികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് ഇപ്പൊ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അങ്ങനെ സൂചിപ്പിച്ച് സംസാരിക്കാൻ മരണം ആരെയും വിശുദ്ധനാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പിന്നെ രണ്ടാം മൂഴത്തിൽ ചെയ്തത് ഭീഷ്മനെ പിടിച്ച് മെയിൻ കഥാപാത്രമാക്കുന്നു, യുധിഷ്ഠിരനെ പിടിച്ച് പുറത്തേക്ക് വിടുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവരെ പോലെയുള്ള സീനിയർ ആളുകളൊക്കെ നല്ല വായനാശീലമുള്ള ആളുകൂടിയാണ് രാജൻ ജോസഫ് സാർ. എനിക്കറിയാം പുള്ളി, അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ വാക്കുകൾക്ക് ഒരു പ്രാധാന്യം നൽകിയത്. പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആണ്, പുള്ളിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ പുള്ളി തന്നെ സ്വയം അഡ്മിറ്റ് ആവാറുണ്ട് എറണാകുളത്ത് പോയിട്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പിച്ച് ഞാൻ ഇതുകൊണ്ടാണ്. കാരണം ഈ പറയുന്ന MT വാസുദേവൻ നായർ എന്ന് വിളിക്കപ്പെടുന്ന ഇയാളെ എപ്പോഴും ചരിത്രം രേഖപ്പെടുത്തുന്നത് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾക്ക് മേൽ കാർക്കിച്ച് തുപ്പുന്ന ഒരു വ്യക്തിയായിട്ട് വേണം നമ്മൾ. നിർമാല്യം എന്ന് പറയുന്ന സിനിമ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ തന്റെ പരദേവത, അതല്ലെങ്കിൽ താൻ ആരാധിക്കുന്ന തന്റെ ആ ഒരു ദേവതയുണ്ടല്ലോ, ആ ദേവതയുടെ വിഗ്രഹത്തിന് മുൻപിലും നിന്നുകൊണ്ട് ആ വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു കഥാപാത്രമായിട്ട് വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കുക. അത് ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പരിപാടിയിൽ നിന്നും വാസുവിന്റെ പരിപാടിയിൽ നിന്ന് നടത്താൻ ഹിന്ദുക്കൾ സമ്മതിക്കില്ല. സ്വാഭിമാനി ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിച്ച് ഇത്തരത്തിൽ തമ്മാടിത്തരം കാണിക്കുന്ന ഒരാളെയും ഇന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തന്റേടികളായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ ഇന്നുണ്ട്. പക്ഷെ അന്നത്തെ ഹിന്ദുക്കൾ, നമ്മൾക്കറിയാം, ഹിന്ദുക്കളെ വിളിക്കുന്ന, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് പച്ചക്കറികൾ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ ഹിന്ദുക്കളെ പെടുത്തി പരിഹസിക്കാറുണ്ട് പലരും. അത് സത്യം തന്നെയാണെന്ന് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ സമ്മതിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഹിന്ദു മത ആചാര അനുഷ്ഠാനങ്ങൾക്കും ദേവദേവീ സങ്കല്പങ്ങൾക്കും എതിരെയൊക്കെ ആര് എന്ത് ചെയ്താലും നിസ്സംഗഭാവത്തോടെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്റെ വീട്ടിലെ പ്രശ്നമല്ലല്ലോ എന്ന രീതിയിൽ നിൽക്കുന്ന നിസ്സംഗരായിട്ടുള്ള, അതായത് വലിയ മതേതര പട്ടമണിയിൽ നിൽക്കുന്ന ഹിന്ദു ആയിരുന്നു ഇത്രയും നാൾ. എന്നാൽ ഇന്ന് ഹിന്ദു അങ്ങനെയല്ല. ഹിന്ദു 1 കിട്ടിയാൽ 100 തിരിച്ചു കൊടുക്കാൻ ഹിന്ദുവിനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും നാൾ ഹിന്ദു പഠിച്ചുകൊണ്ടേ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഹിന്ദുവിനെ ആ പരിപാടിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ, അതേത് രീതിയിൽ പ്രതികരിക്കാനും അത്രയ്ക്കും സ്ട്രെങ്ത്തിലേക്ക് ഹിന്ദു മാറിയിട്ടുണ്ട്. അതിന് ഈ നമ്മുടെ നാട്ടിലെ RSS ആയാലും ഹിന്ദുത്വ സംഘടനകളായാലും ഇനി BJP ആയാലും അതിന് കൊടുക്കുന്ന പ്രാധാന്യം, പങ്ക് ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. 1 ഇങ്ങോട്ട് കിട്ടിയാൽ 4 അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ തന്നെ ഹിന്ദു ഇന്ന് പ്രാപ്തനായിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഏതായാലും ഈ MT എന്ന് പറയുന്ന ചങ്ങാതി ഈ പറയുന്ന രണ്ടാം മൂഴത്തിൽ ഭീമനെ എന്ത് ചെയ്തു എന്നുള്ള, ഭീമന്റെ കഥാപാത്രത്തെ എന്താക്കി മാറ്റി എന്നുള്ളത് നമ്മൾക്കറിയാം. മഹാഭാരതം എന്ന് പറയുന്ന ആ വലിയ കാവ്യത്തെ വെട്ടിക്കീറി മുറിച്ചുകൊണ്ട് അയാളുടെ രീതിയിൽ അതിലെ കഥാപാത്രങ്ങളെ മാറ്റിയ അയാൾ ഒരിക്കലും ഖുറാൻ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള കഥാപാത്രങ്ങളെ മാറ്റിക്കൊണ്ടോ, അതല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ജനതയുടെ അവരുടെ ഗ്രന്ഥത്തിലുള്ള കഥാപാത്രങ്ങളെ മാറ്റിക്കൊണ്ടോ ഒന്നും എഴുതാൻ വലിയ നട്ടെല്ല് കാണിക്കില്ല. കാരണം ആ കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ നട്ടെല്ലൂരാൻ ആ വിഭാഗങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ഹിന്ദു നാമം വെച്ചുകൊണ്ട് വലിയ നായര് പേരും വെച്ചുകൊണ്ട് എന്തും ചെയ്യാൻ
ചെയ്യാമെന്നുള്ള ആ ധാർഷ്ട്യം ധിക്കാരം തന്നെയായിരുന്നു ഇയാളെ MT വെറും വാസു എന്ന പേരിൽ നിന്നും MT വാസുദേവൻ നായരിലേക്ക് മാറ്റിയത് ഇയാളുടെ ഭാര്യയായിരുന്ന പ്രമീള ടീച്ചർ തന്നെയായിരുന്നു. പിന്നീട് ഈ പ്രമീള ടീച്ചർക്കും ഇയാൾക്കും പിറന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ നൃത്തം പഠിപ്പിക്കാൻ വേറൊരു അധ്യാപിക വരുന്നു. ആ അധ്യാപികയിൽ ആകൃഷ്ടനായിട്ടുള്ള ഇയാൾ അവരെ അന്ന് 1, 2, 3 ഒക്കെ കെട്ടാവുന്ന സിസ്റ്റത്തിലേക്ക്, അതല്ലെങ്കിൽ ജീവിച്ചു പോകുന്ന ആ രീതിയിലേക്ക് മാറുന്നു. ഇന്ന് അയാൾ കൃത്യമായിട്ട് അയാളുടെ മരിക്കുന്നത് വരെ ആ രണ്ടാമത്തെ ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെയായിരുന്നു, പേരക്കുട്ടികളൊക്കെ തന്നെയായിരുന്നു ഇയാളുടെ കൂടെയുള്ളതെന്നൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്, അതല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇയാളെ വെറും വാസുവിൽ നിന്ന് MT വാസുദേവൻ നായരിലേക്ക് ആക്കി മാറ്റിയ പ്രമീള എന്ന് പറയുന്ന ആദ്യ ഭാര്യ, അവരുടെ ആ സേവനം, അവരോട് ഇയാൾ കാണിച്ചിട്ടുള്ള കൊടും ക്രൂരത എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതൊന്നും ഒരിക്കലും ചരിത്രം വായിച്ചു കളയാൻ പറ്റില്ല. മാത്രമല്ല ഇയാൾ വലിയ ലോക പ്രശസ്ത എഴുത്തുകാരനായി എന്ന് കരുതിയിട്ട് ഇയാൾ ചെയ്തിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും മറന്നുകൊണ്ട് അയാളെ മഹാനാക്കേണ്ട, വിശുദ്ധനാക്കേണ്ട ഉത്തരവാദിത്തമൊന്നും മലയാളികൾക്കില്ല. പക്ഷെ ഞാൻ ഇവിടെ എപ്പോഴും നോക്കുന്നത് ഇത്രമാത്രം, അയാളുടെ വ്യക്തി ജീവിതം ഞാൻ വിട്ടുകളയാറാണ്. അത് അയാളുടെ മാത്രം വ്യക്തി ജീവിതമാണ്. അയാൾ കീപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടിയിരുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാളുടെ കടമയായിരുന്നു. ഒരു കലാകാരനാണെന്ന് കരുതി എന്ത് വൃത്തികേടും കാണിക്കാമെന്നൊന്നും ആരും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ നോക്കുന്നത് ഇയാളുടെ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾക്ക് മേലെയുള്ള കടന്നുകയറ്റം തന്നെയാണ്. മാത്രമല്ല മലയാള ഭാഷാ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛന്റെ ആ തുഞ്ചൻ പറമ്പിൽ ഇനി ഇയാളുടെ സ്മാരകമാണ് അത്ര വരാൻ പോകുന്നത്. അവിടെ ഭാഷാ പിതാവിന്റെ സ്മാരകമായിട്ട് ഭാഷാപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. എന്നാലോ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ല, ആ ജില്ലാ പഞ്ചായത്ത് സമ്മതിക്കുന്നില്ല. ഇത് ഈ പരിപാടി ഇവിടെ പറ്റില്ല. കാരണം എന്താ? വിഗ്രഹം ഞങ്ങൾക്ക് ഹറാമാണ്. വിഗ്രഹത്തിന് ആദ്യം കുറച്ച് പൂക്കൾ കൊണ്ടേയിടും, പിന്നെ മാല കൊണ്ടേയിടും, വിഗ്രഹത്തെ ആരാധിക്കും. അതുകൊണ്ട് ഈ പരിപാടി മലപ്പുറം എന്ന് പറയുന്ന ഞമ്മന്റെ ജില്ലയിൽ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അന്ന് ആ തീരുമാനപ്രകാരം ഉണ്ടാക്കിയ പ്രതിമ കാട്ടിൽ തള്ളിയ, ഈ നാട്ടിൽ ഒരാളുടെയും പ്രതിമ സ്ഥാപിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്ലാമിക അവരുടെ ആ ഖുറാൻ നിയമപ്രകാരമായിക്കോട്ടെ, അവരുടെ ജാതി മതത്തിന്റെ പ്രകാരമായിക്കോട്ടെ, അത് ചെയ്ത ശുദ്ധ ദുഷ്ടത്തരത്തിന് ഈ പറയുന്ന MT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വാസു എന്ന് പറയുന്ന ആൾ കൃത്യമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അയാൾ മിനക്കെട്ടിരുന്നെങ്കിൽ, അയാൾ അതിന് കഠിനമായി ശ്രമിച്ചിരുന്നെങ്കിൽ, മലയാള ഭാഷാ പിതാവാണ് എനിക്ക് ഈ എഴുതാനുള്ള മലയാളം എന്ന ഭാഷ തന്നത്. എന്നിലൂടെ ആ മലയാള ഭാഷയുടെ ശക്തി ഈ കേരളമായാലും ഈ ലോകം ഒന്നടങ്കമായാലും അറിഞ്ഞത് ഈ ഭാഷാ പിതാവിന്റെ സംഭാവനയിലൂടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അയാളുടെ സ്മാരകം, ഈ പറയുന്ന വാസുവിന്റെ സ്മാരകം അല്ല അവിടെ വെക്കേണ്ടത്, അവിടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകമായിരുന്നു. അത് ഏതൊരു മതവർഗീയവാദികളുടെ തീരുമാനത്തിനും അത് തെരുവിലേക്ക് ആ പ്രതിമ വലിച്ചെറിഞ്ഞ് കാട്ടിലേക്ക് വലിച്ചെറിയാൻ ഒരിക്കലും ഈ പറയുന്ന സാക്ഷര കേരളം തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു. മലയാള കേരളം തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു. ദൈവത്തിന്റെ നാട് തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ നാട് ചെകുത്താന് തീറെഴുതി കൊടുത്ത ഇവിടുത്തെ മാറി മാറി ഭരിച്ച രാഷ്ട്രീയക്കാർ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നല്ല ഒരു ചരിത്ര പുരുഷന്മാർക്കും ആ സ്ഥാനം നൽകാതെ ഇന്ന് കഞ്ചാവും കള്ളും മയക്കുമരുന്നും അടിച്ചു നടക്കുന്ന ഇവിടത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന കുറെ വിഭാഗമുണ്ടല്ലോ, അവരെ തിരികെ കയറ്റുമ്പോൾ അതിനെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും വാസു എന്ന വിളിയോടെ തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഒരാളും മരണം കൊണ്ട് പരിശുദ്ധനാവുന്നില്ല. അത് അയാളുടെ കല, അതല്ലെങ്കിൽ അയാളുടെ ജോലി എന്തായിരുന്നോ ആ ജോലി മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാറ്. നമ്മൾക്കറിയാം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് കരുതാം, പെണ്ണും പിടിച്ച് നടക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ വേണ്ട പെണ്ണ് പിടിച്ച് നടക്കുന്ന ഒരു കളക്ടറാണ്, പെണ്ണ് പിടിച്ച് നടക്കുന്ന ഒരു DGP ആണെന്ന് കരുതാം. അത് കരുതിയിട്ട് ആരെങ്കിലും നമ്മുടെ മക്കളെ ഈ പെണ്ണുപിടിന് DGP ആണ്, അല്ലെങ്കിൽ ഈ IPS കാരൻ IAS കാരനാണെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അത് അയാളുടെ ജോലിയാണെന്ന് കരുതി അയാളുടെ സ്വഭാവ വൈകൃതത്തെ നമ്മളാരും കാണാതിരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജോലിയായാലും അയാളുടെ സ്വഭാവ വൈകൃതമായാലും ഇത് രണ്ടും പരിപാലിക്കേണ്ടത്, നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് ആ വ്യക്തി തന്നെ ആയതുകൊണ്ട് അയാളുടെ കലാജീവിതം, അയാൾ വല്ല ലോകം കണ്ട എഴുത്തുകാരനോ എന്ത് കൊണാണ്ടറുമായിക്കോട്ടെ, പക്ഷെ അയാളുടെ വ്യക്തി ജീവിതം ശുദ്ധമല്ലെങ്കിൽ അയാൾ വെറും വാസു തന്നെയാണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇയാളെ കുറിച്ച് ഞാൻ പറയണ്ട എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്റേതായിട്ടുള്ള എഴുത്തുകൾ. അതിൽ ഞാൻ ഇത്ര മാത്രമേ കുറിച്ചിട്ടുള്ളൂ. അത് ഞാൻ വീണ്ടും പറയുന്നു. മരണം കൊണ്ട് ഒരുത്തനും വിശുദ്ധനാവുന്നില്ല. അവൻ ബാക്കി വെച്ചിട്ട് പോയ അവന്റെ സ്വഭാവ വൈകൃതങ്ങളായിക്കോട്ടെ, പ്രവൃത്തിയിലൂടെയുള്ള വൈകൃതങ്ങളായിക്കോട്ടെ, അത് എന്നും അവന് നേരെ ഇങ്ങനെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ.
എന്തായാലും നമ്മുടെ സംഘപ്രവർത്തകനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും വീണ്ടും പറയേണ്ടതുണ്ട്. നോക്കൂ, ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാശ് പിരിക്കുന്നതെന്നും ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നൊന്നും പറയാതെ നിങ്ങളോട് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസും ഈ ഗൂഗിൾ പേ നമ്പറും ഇവിടെ കാണിക്കുന്നത്. കാരണം അത്രയും ഗൗരവകരമായിട്ടുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമ്മളൊരു ആധികാരികമായിട്ടുള്ള ഫോമിലേക്ക് മാറുകയാണ്. അതിന് നമ്മൾ വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ജാമിദ ടീച്ചറുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ആ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പ്രവർത്തനങ്ങളുമായി അതിന്റെ ബാങ്ക് അക്കൗണ്ടും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു 10-20 ദിവസത്തിനുള്ളിൽ നമ്മൾ പൂർണ്ണമായിട്ടും വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിൽ തന്നെ ഓരോ ഹിന്ദുവും വേദന കൊണ്ട് അതല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഏതൊരു സമൂഹമായിക്കോട്ടെ, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആണെങ്കിൽ പോലും അവരെ നമ്മളാൽ കഴിയുന്ന രീതിയിലേക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ രീതിയിലേക്ക് മാറുന്നു, ഒരു ആധികാരിക ഫോമിലേക്ക് മാറുന്നു. അതിനു മുൻപ് വളരെയധികം ആ ഒരു സമയമായതുകൊണ്ട്, ഈ ഒരു സംഘപ്രവർത്തകനെ സഹായിക്കേണ്ട സമയമായതുകൊണ്ടാണ് വീണ്ടും ഓരോ വീഡിയോയിലും, എനിക്കറിയാം നമ്മുടെ വീഡിയോ വിഷയങ്ങൾ ചെയ്യുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒരു ആവർത്തന വിരസത അതല്ലെങ്കിൽ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ വേറെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഈ സംഘപ്രവർത്തകനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ടാണ് നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നതെന്ന് പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.